പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നിരവധി സംഘർഷങ്ങൾ നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം നമ്മുടെ അടുക്കള വരെ ബാധിച്ചിട്ടുണ്ട്. 1000 രൂപയാണ് ഗ്യാസിന് മാത്രമായിട്ട് വർദ്ധിച്ചത്. ഇതുമൂലം പലവിധ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. മറുഭാഗത്ത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇങ്ങനെ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇവ കൂടാതെ നമ്മുടെ ജോലിസ്ഥലത്തും നമ്മുടെ ഭവനങ്ങളിലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കുകളും സംഘർഷങ്ങളും ഒക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ട്. ചില വേളകളിൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാറുണ്ട്. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ തർക്കങ്ങൾക്കും എല്ലാ സംഘർഷങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. പരിഹരിക്കുവാൻ സാധിക്കാത്ത പ്രശ്നങ്ങളോ വഴക്കുകളോ തർക്കങ്ങളോ സംഘർഷങ്ങളോ ഒന്നും തന്നെയില്ല. ഈ പുതിയ കാലഘട്ടത്തിൽ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവയെല്ലാം വളരെ നൈസായിട്ട് പരിഹരിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ സംഘർഷങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു പുതിയ ആശയമാണ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. സംഘർഷ മാനേജ്മെൻറ്റും സംഘടന വികസനവും അനേകം ബിസിനസ് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഇന്ന് അനേകം പേര് ഈ വിഷയത്തിൽ വലിയ ഫീസ് വാങ്ങി ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട്. ഇന്നത്തെ തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത ഇതാണ്: സംഘർഷ മാനേജ്മെൻറ്റും സംഘടന വികസനവും. ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഈ ഒരു ചിന്തയിലേക്കാണ് നയിക്കുന്നത്. അതിന് കാരണം അവിടെ കണ്ടുമുട്ടുന്ന ഒരു സംഘർഷമാണ്. വിധവകളോടുള്ള അവഗണനയാണ് അവിടുത്തെ പ്രശ്നം. പെന്തക്കോസ്തേക്ക് ശേഷം അപ്പോസ്തലന്മാർ ദൈവവചന പ്രസംഗത്തിലും രോഗശാന്തി ശുശ്രൂഷയിലും പൂർണ്ണമായിട്ട് മുഴുകി. തത്ഫലമായിട്ട് അനേകമായിരങ്ങൾ വിശ്വാസം സ്വീകരിച്ചു. അനുദിനം സഭ വളരുവാനായിട്ട് തുടങ്ങി. ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ പ്രശ്നങ്ങളും ഉടലെടുത്തു. ആദിമ സഭാ സമൂഹത്തിൽ സംഘർഷത്തിൻ്റെ തുടക്കത്തിന് കാരണം പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ ചില പാളിച്ചകളായിരുന്നു. സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. വലിയൊരു നാണക്കേടായിട്ട് ഇത് തോന്നിയേക്കാം. കാരണം ആദിമ ക്രിസ്ത്യാനികൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വഴക്കുണ്ടാക്കിയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വഴക്കുണ്ടാക്കുക മാത്രമല്ല, അവർ ഇതെല്ലാം പിന്നീട് രേഖപ്പെടുത്തി വെച്ചു പിന്നീടുള്ള തലമുറകൾക്ക് കേൾക്കുവാനായിട്ട്. ഭക്ഷണം മാത്രമല്ല, മറ്റു സഹായങ്ങളുടെ കാര്യത്തിലും കൂടി ആയിരുന്നു ഈ വഴക്ക്. എന്തുകൊണ്ട് അപ്പോസ്തലന്മാർ ആദിമസഭയിലെ ഈ ഒരു പ്രശ്നം രേഖപ്പെടുത്തിയതെന്ന് ചിന്തിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. വേണമായിരുന്നെങ്കിൽ അവർക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു. അതിന് അടിസ്ഥാന കാരണം ആ പ്രശ്നത്തിൽ ആ സംഘർഷത്തിൽ അവർ അഭിമാനിക്കുന്നു എന്നാണ്. കാരണം അവരെങ്ങനെയാണ് ആ സംഘർഷം പരിഹരിച്ചത് എന്ന് വരും തലമുറകൾക്ക് അഭിമാനപൂർവ്വം പറഞ്ഞു കൊടുക്കുവാൻ, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, അതിനു വേണ്ടിയിട്ടാണ് അവരിത് രേഖപ്പെടുത്തിയത്. വചനഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ശിഷ്യന്മാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വന്നിരുന്നു. അത് വിജയത്തിൻ്റെ ഫലമായിരുന്നു. സഭയുടെ വളർച്ചയുടെ സൂചനയാണ്. തത്ഫലമായിട്ട് സംഘർഷങ്ങളും ഭിന്നിപ്പും ഉടലെടുക്കുകയാണ്. അതിനാൽ നമ്മൾ ഇന്ന് വിജയിക്കുകയാണെങ്കിൽ നമ്മൾ ആശ്ചര്യപ്പെടരുത്. വിജയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയ വെല്ലുവിളികൾ നേരിടാൻ നമ്മൾ തയ്യാറാകണം. കാരണം വളരും തോറും പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ നമ്മളെ തേടി വരും. അത്തരം വെല്ലുവിളികളോടുള്ള നമ്മുടെ പ്രതികരണം നിരാശയായിരിക്കരുത്. ഒരു പടി കൂടി മുന്നോട്ട് പോകണം. പരിശുദ്ധാത്മാവിനെ സഹായം തേടണം. പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, വെല്ലുവിളികളെ തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി ലഭിക്കുവാനായിട്ട്, ആത്മവിശ്വാസം ലഭിക്കുവാൻ, ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് ലഭിക്കുവാൻ. മാത്രമല്ല, ഇവയിൽ നിന്നും എല്ലാം ഒരു പുതിയ നന്മ കൈവരുമെന്നും കൂടി മനസ്സിലാക്കണം നമ്മൾ. ആദിമസഭയിൽ സംഘർഷം ഉടലെടുത്തു. ഗ്രീക്കുകാരും എബ്രായരും തമ്മിലായിരുന്നത്. ആരാണ് ഈ ഗ്രീക്കുകാരും എബ്രായരും? രണ്ടു കൂട്ടരും
ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ജൂതന്മാരായിരുന്നു. പാലസ്തീനിൽ ജനിച്ചു വളർന്നവരാണ് ഹെബ്രായർ. അവർ മോശയുടെ നിയമം അനുസരിച്ച് പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾ പിന്തുടർന്നു. നിയമങ്ങളും ചട്ടങ്ങളും അതേപടി പാലിച്ചു. ഹീബ്രു ഭാഷ സംസാരിക്കുകയും ഹീബ്രുവിൽ തിരുവെഴുത്തുകൾ വായിക്കുകയും ചെയ്തിരുന്നു. പാലസ്തീന് പുറത്ത് മറ്റു വിദേശ രാജ്യത്ത് ജനിച്ച് വളർന്ന ജൂതന്മാരായിരുന്നു ഗ്രീക്കുകാർ. അവർ ഹീബ്രു അധികം സംസാരിച്ചിരുന്നില്ല. അവർക്ക് ഹീബ്രു ഭാഷ അധികം മനസ്സിലായിരുന്നില്ല. തിരുവെഴുത്തുകൾ ഹീബ്രു ഭാഷയിൽ വായിക്കുവാനും അവർക്ക് അറിവില്ലായിരുന്നു. ഗ്രീക്കുകാരോടൊപ്പം വളർന്നുകൊണ്ട് അവർക്ക് ഗ്രീക്ക് ഭാഷയാണ് അറിഞ്ഞിരുന്നത്, സംസാരിച്ചിരുന്നത്. മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തിയതുകൊണ്ടും അവരുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും സ്വീകരിച്ചതുകൊണ്ടും ഹെബ്രായ ജൂതന്മാർ അവരൽപ്പം നീരസത്തോടു കൂടെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലെ ടെൻഷൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾ കാണേണ്ടത്. അപ്പോസ്തലന്മാരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക, ഹെബ്രായർ മനഃപൂർവ്വമല്ല അത് ചെയ്തത്. ഹെബ്രായർ ഭൂരിപക്ഷമായിരുന്നുകൊണ്ട് പല കാര്യങ്ങൾക്കും അവരാണ് നേതൃത്വം നൽകിയിരുന്നത്, നിയന്ത്രിച്ചിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഗ്രീക്കുകാർക്ക് അതൊരു അവസരമായിരുന്നു ഹെബ്രായരുടെ പ്രവർത്തനങ്ങളിൽ കുറവുകൾ കണ്ടെത്തുവാനും അവരെ കുറ്റപ്പെടുത്തുവാനും വിമർശിക്കുവാനും. മാത്രമല്ല, മറുപക്ഷത്തിൽ നിന്നും ചിന്തിച്ചാൽ ഹെബ്രായർ വിചാരിച്ച് അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്നായി പോകുന്നുവെന്ന്. മനുഷ്യൻ്റെ നിലയിൽ ചിലപ്പോൾ നമ്മളും അങ്ങനെ ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാതെ. പക്ഷേ ഇവിടെ നമുക്ക് മാതൃകയായിട്ട് മാറുന്നത് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതും അപ്പോസ്തലന്മാരുടെ പ്രവർത്തന ശൈലിയിൽ നിന്നുമാണ്. അവർ എങ്ങനെ ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു, എങ്ങനെ തരണം ചെയ്തു എന്നാണ്. ഗ്രീക്കുകാർ ഇവിടെ ചെയ്ത നല്ല കാര്യം എന്താണെന്നുള്ളത്, പിന്നിലിരുന്ന് പിറുപിറുക്കുന്നതിന് പകരമായിട്ട് അവർ ചെന്ന് ഹെബ്രായർ നേരിട്ട് കണ്ട് വിധവകൾ അനുഭവിക്കുന്ന അനീതി ബോധിപ്പിച്ചു. അവരുടെ വിഷമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, അപ്പോസ്തലന്മാർ ആ വിമർശനങ്ങളെ സ്വയം പ്രതിരോധിക്കുന്നതിന് പകരമായിട്ട് വിനയത്തോടുകൂടി അത് ഉൾക്കൊള്ളുകയും ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുകയാണ് ചെയ്തത്. ഒപ്പം ഗ്രീക്കുകാരുടെ സഹായം അഭ്യർത്ഥിച്ചു ഈ പ്രശ്നം പരിഹരിക്കുവാൻ. വിമർശനങ്ങളാകട്ടെ സ്വയം പ്രതിരോധിക്കാതെ അവയെ എളിമയോടെ പരിഹരിക്കുവാനായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് പുതിയ വഴികൾ അവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് സഭയിൽ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയാണ്. ശുശ്രൂഷാപട്ടം, ഡീക്കന്മാരുടെ ശുശ്രൂഷ. അങ്ങനെ ആദിമസഭയിലെ ഒരു സംഘർഷത്തിൻ്റെ ഫലമായിട്ട് തിരുസഭയ്ക്ക് ഒരു നന്മ കൈവരുകയാണ്. ഒരു പുതിയ ശുശ്രൂഷാപട്ടം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരായിട്ടുള്ള 7 പേരെ തിരഞ്ഞെടുത്ത് ഈ ചുമതല നിർവഹിക്കുവാൻ. ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഈ 7 പേർക്കും ഗ്രീക്ക് പേരാണുള്ളത്, ഹീബ്രു പേരുകളല്ല. അതിനർത്ഥം ഗ്രീക്കുകാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ എല്ലാവർക്കും ഈ തീരുമാനം ഇഷ്ടപ്പെട്ടു. കാരണം പരിശുദ്ധാത്മാവിനോട് ചേർന്നാണ് ഈ തീരുമാനമെടുത്തത്. അപ്പോസ്തലന്മാരുടെ ഈ പ്രവൃത്തിയിൽ നിന്നും ആദിമസഭയിലെ ഈ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ അടുത്ത് പോയി ആ കാര്യം സംസാരിക്കുക. പിന്നിൽ നിന്നും സംസാരിക്കാതെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരുടെ അടുക്കലേക്ക് അത് കൊണ്ടുപോകുക. രണ്ടാമതായിട്ട്, അപ്പോസ്തലന്മാർ കേൾക്കുവാൻ തയ്യാറായതുപോലെ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ എളിമയോട് കേൾക്കുവാനായിട്ടുള്ള ഒരു മനസ്സ്, വിമർശനങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഹൃദയ വിശാലത നമുക്കുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട്, നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതം നന്നായി പോകുന്നുവെന്ന് കരുതി മറ്റുള്ളവരുടെ ജീവിതം അങ്ങനെ നന്നായി പോകുന്നു ലാഘവത്തോടെ നമ്മൾ ഒരിക്കലും നോക്കിക്കാണരുത്. മറ്റുള്ളവരെ നമ്മൾ സമീപിക്കരുത്, വിധിക്കരുത്. നാലാമതായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുവാനായിട്ടുള്ള എളിമ ഉണ്ടായിരിക്കുന്നതാണ്. അഞ്ചാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓർക്കാം, അവ ഒരു അന്ത്യമല്ലെന്നും ദൈവം പുതിയ വാതിലുകൾ തുറന്നു തരികയാണെന്നും പോസിറ്റീവ് ചിന്തിക്കുവാനായിട്ടുള്ള വിശ്വാസം നമുക്ക് വേണം. സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മോട് പറയുന്നതും ഈ ഒരു സത്യമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ,
എന്നിലും വിശ്വസിക്കുവിൻ. ദ ഫെയർവെൽ ഡിസ്കോഴ്സ്, യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം എന്നുകൂടി ഈ വചനഭാഗം അറിയപ്പെടുന്നു. യേശു ഈ ഭൂമുഖത്തു നിന്നും കടന്നു പോകുന്ന മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയാണ്. വലിയൊരു സത്യം ഈശോയോട് വെളിപ്പെടുത്തുകയാണ്. യേശുവാണ് വഴിയും സത്യവും ജീവനുമെന്നത്. പ്രിയപ്പെട്ടവരെ, സംഘർഷ മാനേജ്മെൻറ്റും സംഘടന വികസനവും അതിനായിട്ടുള്ള നല്ലൊരു മാർഗമാണ് ഈശോ പറഞ്ഞു തരുന്നത്. യേശുവാകുന്ന വഴിയും സത്യവും ജീവനിലൂടെ ചരിച്ചാൽ, എളിമയോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ആദിമസഭ കൈവരിച്ച അതേ മാനേജ്മെൻറ്റ് ടെക്നിക്ക് നമുക്കും പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കാം. ഞാനും നിങ്ങളും അതിന് തയ്യാറാണോ? വചനം നമ്മളെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.